ചിലപ്പോഴൊക്കെ കേട്ടിട്ടില്ലേ, നല്ലൊരു യാത്ര പോയി കഴിഞ്ഞാൽ തീരാവുന്നതുള്ളൂ ഈ പ്രശ്നങ്ങളെന്നൊക്കെ. അത് ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. നല്ലൊരു യാത്ര, അതും പ്രത്യേകിച്ച് അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്ര പോയിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനും എല്ലാം നല്ലൊരു സന്തോഷമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയൊരു യാത്രയാണ് ഈ കൊച്ചിയിലെ ബോട്ട് യാത്ര. കൊച്ചിയിൽ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ അതിൽ ബോട്ട് യാത്രയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. കൊച്ചിയല്ലേ, നമുക്കറിയാത്ത കൊച്ചിയൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ ഇരുന്നു. പക്ഷേ ഈ ബോട്ടിങ്ങിന് പോയപ്പോഴാണ് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഈ ബോട്ടിങ്ങിന് പോയപ്പം ഞങ്ങൾക്ക് ഒരാളെ പോലും അറിയില്ലെങ്കിലും ആ ഒരു ഫുൾ യാത്രയിൽ നമ്മളെല്ലാവരും പരിചിതരെ പോലെ ആയിപ്പോയി. അങ്ങനെ ഈ ബോട്ടിങ്ങിലാണെങ്കിൽ തന്നെ നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരാൾക്ക് തുച്ഛമായൊരു തുകയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ബോട്ടിങ്ങിൽ പോയപ്പോൾ നമ്മൾ ഒരുപാട് മൂവി സ്പോട്ടുകൾ കണ്ടു. ഒരുപാട് ലൊക്കേഷൻസ് നമ്മൾക്ക് കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ബോട്ട് യാത്ര ഒരിക്കലും ഒരു മടുപ്പുള്ള കാര്യമല്ല കേട്ടോ. ഈ ഒരു ബോട്ട് യാത്ര ആണെങ്കിലും നമുക്ക് അവർ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. ആദ്യം നമ്മൾ ഈ ബോട്ട് യാത്ര തുടങ്ങിയപ്പോൾ വിചാരിച്ചു, ദൈവം ഈ 1 മണിക്കൂർ കാണാൻ മാത്രമൊക്കെ ഉണ്ടോ, എന്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ 1 മണിക്കൂർ ഫുള്ള് നമ്മൾ യാത്രയിൽ ഫുള്ള് കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ കൊച്ചിയുടെ ഹൃദയഭാഗമായ ഓരോ സ്ഥലങ്ങളും നമ്മൾ കണ്ട്, വല്ലാർപാടം ടെർമിനലും ഓൾഗാട്ടി പാലസും മുസ്രീസ് ബിനാലെ നടക്കുന്ന സ്ഥലവും ഒക്കെ കണ്ട് നമ്മൾ അവസാനം വന്ന സ്പോട്ടാണ് വെള്ളി നക്ഷത്രം മൂവിയിൽ നമ്മൾ ഈ കൊട്ടാരം കാണുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു പാലസ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഇവിടുന്ന് നമ്മുടെ ബോട്ട് തിരിച്ച് നമ്മൾ തീരത്തിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു പ്രതീക്ഷയില്ലാത്ത കയറിയ ഈ ഒരു ബോട്ട് യാത്രയിലാണ് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടത്. ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് നടക്കുന്നൊന്നും നടക്കത്തില്ല. പക്ഷേ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് അന്നേരം വരുന്ന എന്താണോ അതങ്ങ് നടത്തുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ആസ്വദിച്ചല്ലേ പറ്റൂ.